ബഹുമാന്യ അധ്യക്ഷൻ DCC പ്രസിഡന്റ് ശ്രീ ടാജറ്റ്, നമ്മുടെ ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള ഏറെ ബഹുമാനിയായ ശ്രീമതി ദീപാദാസ് മുൻഷി, ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ, നിങ്ങളോട് സംസാരിച്ച ശ്രീ TN പ്രതാപൻ XMP, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ, ഈ ജാഥയുടെ കോർഡിനേറ്റർമാർ കൂടിയായ KP ശ്രീകുമാർ, പ്രിയപ്പെട്ട ശ്രീ C ചന്ദ്രൻ, വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേര് ശ്രീ പ്രതാപൻ വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ അവരുടെ പേര് പറയുന്നത്. എല്ലാ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, കോൺഗ്രസ് പ്രവർത്തകരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം പ്രതാപൻ ഒരു തീപ്പൊരി പ്രസംഗം തന്നെ ഇവിടെ നടത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി തൃശ്ശൂരിലെത്തണം. 6:30 മണിയോടുകൂടി അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രസംഗം ഞാൻ തൃശ്ശൂരിലേക്ക് മാറ്റുകയാണ്, അങ്ങോട്ട് മാറ്റുകയാണ്. കാരണം നമുക്ക് അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവിടെ നടത്താൻ ദീർഘമായി അവിടെ സംസാരിക്കാം. ഈ വിശ്വാസ സംരക്ഷണ യാത്രയില് കേരളത്തിൽ 4 യാത്രകളാണ് പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ ശ്രീ K മുരളീധരന്റെ കാസർഗോഡ് നിന്നും, അതോടെ അടൂർ പ്രകാശിന്റെ തിരുവനന്തപുരത്ത് നിന്നും, അതോടൊപ്പം ബെന്നി ബെഹനാൻ MP മൂവാറ്റുപുഴയിൽ നിന്നും, തൃത്താലയിൽ നിന്ന് ഇന്നലെ എന്റെ പ്രതാപന്റെ നേതൃത്വത്തിലുള്ള ജാഥയാണ് ഇന്ന് ഗുരുവായൂരെത്തിയിരിക്കുന്നത്. ഈ ജാഥകൾ നാളെയും മറ്റന്നാളുമായി സഞ്ചരിച്ച് ചെങ്ങന്നൂരിൽ ശബരിമലയുടെ തന്ത്രിമാരുടെ ആസ്ഥാനമായ ചെങ്ങന്നൂരിൽ സമാപിക്കും. അവിടുന്ന് അയ്യപ്പന്റെ ജന്മദേശമായ പന്തളം, കൊട്ടാരം, തിരുവാഭരണമൊക്കെ സൂക്ഷിക്കുന്ന പന്തളത്തെത്തി അവിടെ സമാപിക്കുന്ന നമ്മൾ ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ആവശ്യപ്പെടുന്നത്, ഒന്ന്, ഈ സ്വർണം ശബരിമലയിൽ സ്വർണപ്പാളികൾ പുറത്തു കൊണ്ടുപോയതിനു ശേഷം എത്രമാത്രം സ്വർണമാണ് കൊണ്ടുപോയത്, അത് എത്രമാത്രം തിരിച്ചെത്തി എന്നതിനെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ദ്വാരപാലകന്മാരുടെ സ്വർണവും കൊണ്ടുപോയി, അതുപോലെ തന്നെ ശബരിമല കട്ടളയുടെ, ശ്രീകോവിലിന്റെ കട്ടളയുടെ സ്വർണം കൊണ്ടുപോയി, കട്ടളപ്പാളികളുടെ സ്വർണം കൊണ്ടുപോയി. എന്തുമാത്രം സ്വർണമാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്? സ്വർണം ഭൂശാനന്ദ മട്ടിൽ കൊണ്ടുപോയി. അത് എത്രമാത്രം സ്വർണം തിരിച്ചു കൊണ്ടുപോയി എന്ന് അറിയണം. ഇതറിയണമെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ വസ്തുതകൾ വെളിച്ചത്ത് വരില്ല. മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിലും നമുക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി, കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI ഈ വിഷയം അന്വേഷിക്കണമെന്നുള്ളത്. അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി വാസവന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം മന്ത്രി VN വാസവൻ എത്രയും പെട്ടെന്ന് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി സ്ഥാനം രാജിവെക്കണം എന്ന് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് VN വാസവനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഇന്നലെ വാസവനെ കുറിച്ച് ഒരു ആരോപണം വീണ്ടും വന്നിരിക്കുക. എന്താണ്? ആറന്മുള വള്ളസദ്യ, അഷ്ടമി രോഹിണി ദിവസം നടന്ന വള്ളസദ്യയിൽ അവിടത്തെ സദ്യ ഭഗവാനെ നേദിക്കുന്നതിന് മുമ്പ് ഇയാൾ കയറി കൊണ്ടിട്ട് അങ്ങ് എണീറ്റ് പോയി. ഇതൊരു ആചാര ലംഘനമാണ്. ഒരിക്കലും ഇപ്പൊ ഗുരുവായൂര് ഭഗവാനെ നേദിച്ചിട്ട് മാത്രമേ അത് ആ പ്രസാദം നമുക്ക് വിതരണം ചെയ്യുള്ളൂ. അതുപോലെ എല്ലാ അമ്പലങ്ങളിലും ഒരു ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്. അതുപോലെ തന്നെ ആറന്മുളയിൽ ഉത്രാട്ടാതി വള്ളംകളി നടക്കുന്ന സമയത്ത് അതിന്റെ വള്ളസദ്യയുണ്ട്. അതിന്റെ മുന്നോടിയായി അഷ്ടമി രോഹിണിക്ക് വള്ളസദ്യയുണ്ട്. ഇയാൾ എന്താ ചെയ്തത്? ഈ മന്ത്രി എന്താ ചെയ്തത്? വിവരം കേട്ട മന്ത്രിമാരല്ലേ. ആചാരങ്ങളെ കുറിച്ച്, അനുഷ്ഠാനങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അയാളും അയാളുടെ കൂടെ വന്ന പരിവാരങ്ങൾ കയറി ഊണ് കഴിച്ചിട്ട് വള്ളസദ്യ കൊണ്ടിട്ട് അങ്ങ് പോയി. തന്ത്രി പറഞ്ഞു ആചാര ലംഘനം നടന്നിരിക്കുന്നു. വള്ളസദ്യ ഭഗവാന് നേദിക്കുന്നതിന് മുമ്പ് മന്ത്രി പരിവാരങ്ങളും കൂടി ഉണ്ട് സ്ഥലം വിട്ടു. ഇത് ആചാര ലംഘനമാണെന്ന് തന്ത്രി എഴുതി കൊടുത്തിരിക്കുകയാണ്. ആ വാസവനെ വെച്ചുകൊണ്ട് ഇനി എങ്ങനെയാണ് പോവുക? അപ്പൊ ഇങ്ങനെ ആചാരങ്ങളെ കുറിച്ചോ അനുഷ്ഠാനങ്ങളെ കുറിച്ചോ യാതൊരു വിവരവുമില്ലാത്ത വിവരം കെട്ട മന്ത്രിമാരെയും കൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, ഇനി ഒരു നിമിഷം പോലും വാസവന് ദേവസ്വം മന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. എന്താണ് വിജിലൻസ് പറഞ്ഞിരിക്കുന്നത്?
വിജിലൻസ് അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാം പ്രതി മറ്റാരുമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കടത്ത്, അവിടെ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന സ്വർണം, കട്ടളയിൽ ഉണ്ടായിരുന്ന സ്വർണം, അതുപോലെ കട്ടളപ്പാളിയിൽ ഉണ്ടായിരുന്ന സ്വർണം, അത് ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെ കൊണ്ടുപോയത് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഒത്താശയോട് കൂടിയാണ്. അപ്പൊ അങ്ങനെ ഗുരുതരമായ ഒരു ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ആവശ്യപ്പെടുന്നത്. ദേവസ്വം വിജിലൻസ് തന്നെ പറഞ്ഞു ഒന്നാം പ്രതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഈ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. ഇതാണ് നമ്മൾ ഈ ആവശ്യപ്പെടുന്നത്. നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ്, വിശ്വാസി സമൂഹത്തിന് വേണ്ടിയാണ് ശബരിമലയുടെ പരിപാവനതയും പവിത്രതയും തകർത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവതാരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങളും ഇവർക്കെതിരായി നടപടി വേണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നുള്ളതാണ്. നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചുകൂടെ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ ഒന്നാം പിണറായി സർക്കാരിൽ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് അവിടെ അഴിമതി നടന്നത്, ആചാര ലംഘനത്തിന് തുടക്കം കുറിച്ചത്. അന്ന് CPIM-ന്റെ MLA ആയിരുന്ന A. പത്മകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ മകനെ അയ്യപ്പന്റെ ദണ്ട് നന്നാക്കാൻ കൊടുത്തു. ആര്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്വന്തം മകനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവസ്വത്തിന്റെ സ്വത്തുക്കളോ അതല്ലെങ്കിൽ സ്വർണ്ണപ്പാളികളോ ഒന്നും സന്നിധാനത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്ന് നിയമമുള്ളപ്പോൾ എന്തെങ്കിലും തകരാറുകളോ റിപ്പയറുകളോ വേണമെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് തന്നെ ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി ഹൈക്കോടതിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് ശക്തമായ കൃത്യമായ നിർദ്ദേശമുള്ളപ്പോൾ അതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ശബരിമലയിൽ ഈ അഴിമതി നടന്നത്, ശബരിമലയിൽ തീവട്ടി കൊള്ള നടന്നത്, ശബരിമലയിൽ സ്വർണ്ണ കടത്ത് നടന്നത്. ഇത് നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവുമോ? നമ്മുടെ ക്ഷേത്രങ്ങളുടെ പരിപാവനതയും നമ്മുടെ ക്ഷേത്രങ്ങളുടെ പവിത്രതയും തകർത്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഭരണം 9.5 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ എന്താ നടക്കുന്നത്? ഇപ്പൊ വൈക്കം ക്ഷേത്രത്തിലെ സ്വർണം കാണാനില്ലെന്ന് പറയുന്നു. ഓരോ ദിവസം വാർത്തകൾ വന്നുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസ സംരക്ഷണ യാത്ര നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മൾ കടന്നു വന്ന വഴികളിലെല്ലാം വലിയ ആവേശകരമായ പിന്തുണയാണ് നമുക്ക് ലഭിച്ചത്. കാരണം ഇന്ന് വിശ്വാസികൾക്ക് വേണ്ടി കേരളത്തിൽ സംസാരിക്കുന്നത്, നമ്മുടെ ആരാധനാലയങ്ങളിലെ ക്ഷേത്രങ്ങളടക്കമുള്ള ആരാധനാലയങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഒരു കാരണവശാലും അത് അട്ടിമറിക്കപ്പെടാൻ പാടില്ല എന്ന് ഭക്തജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ശബരിമല സ്വർണ്ണപ്പാളികൾ അത് കടത്തിക്കൊണ്ടുപോയെന്ന് അറിഞ്ഞ അന്ന് മുതൽ നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ നേതാക്കന്മാർ അതിനെതിരായി ശക്തമായ സമരത്തിലാണ്. ദേവസ്വം ബോർഡിലേക്ക് മാർച്ച് നടത്തി, പോലീസ് ക്രൂരമായി നമ്മുടെ പ്രവർത്തകരെ തല്ലിച്ചതിച്ചു. ദേവസ്വം ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി, നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകർക്കാണ് പോലീസിന്റെ കിരാതമായ ക്രൂരമായ മർദ്ദനമേറ്റത്. നമ്മുടെ എത്ര പ്രവർത്തകരാണ് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ വിശ്വാസി സമൂഹത്തിന് വേണ്ടി, ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ന് സമരം ചെയ്യുന്ന, അതിനുവേണ്ടി ഭക്തജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, അതിനുവേണ്ടി ജയിലിൽ പോയിരിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയുകയാണ്. BJP-കാരെ കാണാനില്ല, RSS-കാരെ കാണാനില്ല, വിശ്വ ഹിന്ദു പരിഷത്തിനെ ഒന്നും കാണാനില്ല. അവരെങ്ങോട്ട് പോയി? അവരുടെ സമരം ഉണ്ടോ? ഒന്നും നമുക്കറിയില്ല. ഒരു വഴിപാട് സമരം നടത്തി അവർ മാളത്തിൽ വിളിച്ചിരിക്കുകയാണ്. അതിനർത്ഥം പിണറായി വിജയനും BJP-യുമായി കേരളത്തിൽ നടക്കുന്ന അന്തർധാര വളരെ വ്യക്തമാണ്. അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് വളരെ വ്യക്തമാണ്. അപ്പൊ ഇന്ന് വിശ്വാസികൾക്ക് വേണ്ടി, ഭക്തജനങ്ങൾക്ക് വേണ്ടി, ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി, ശബരിമലയിൽ കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണപ്പാളികൾ അത് കൃത്യമായി തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് വേണ്ടി സമരം ചെയ്യുന്ന, പ്രക്ഷോഭം നടത്തുന്ന, വിശ്വാസികൾ പക്ഷം നിൽക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് 4 പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ 4 ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസ സംരക്ഷണ യാത്ര ചെങ്ങന്നൂരിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് പന്തളത്ത് അയ്യപ്പന്റെ
അയ്യപ്പന്റെ ജന്മഗൃഹമായ പന്തളം കൊട്ടാരത്തിലേക്കും അവിടെ അയ്യപ്പന്റെ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന പന്തളത്ത് 18-ാം തീയതി ആയിരക്കണക്കിന് വിശ്വാസികളും കോൺഗ്രസും UDF പ്രവർത്തകർ പങ്കെടുക്കുന്ന അത്യുജ്വലമായ പ്രതിഷേധ സംഗമം പന്തളത്ത് നടക്കും. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICCയുടെ സംഘനായകൻ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നമ്മുടെ ചാർജുള്ള ദീപാദാസ് മുൻഷി, അതോടൊപ്പം തന്നെ നമ്മുടെ ഘടകകക്ഷി നേതാക്കന്മാർ, മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല, UDFന്റെ കക്ഷി നേതാക്കൾ എല്ലാവരും 18-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പന്തളത്ത് നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ അണിചേരും. നിങ്ങൾ എല്ലാവരും ആ പരിപാടിയിലേക്ക്, ആ പ്രക്ഷോഭത്തിൽ, ആ സംഗമത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും, എല്ലാ ഭക്തജനങ്ങളെയും, എല്ലാ പാർട്ടി പ്രവർത്തകരെയും പന്തളത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഗുരുവായൂരിൽ പടിഞ്ഞാറേ നടയിൽ ആവേശകരമായ സ്വീകരണം നൽകിയ ഈ വിശ്വാസ യാത്രയ്ക്ക് വൻപിച്ച വരവേൽപ്പ് നൽകിയ, സ്വീകരണം നൽകിയ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഗുരുവായൂർ, നാട്ടിക, അതോടൊപ്പം തന്നെ കുന്നംകുളം 3 നിയോജകമണ്ഡലങ്ങളിൽ നിന്ന്, മണലൂർ 4 നിയോജകമണ്ഡലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ഈ പരിപാടി അത്യുജ്വലമാക്കിയ, ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് പിന്തുണ നൽകിയ ഞങ്ങളെ വരവേറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.